السلام عليكم ورحمة الله. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം സൃഷ്ടിപ്പിന്റെ ആരംഭം മുതൽ ആദം നബി ഇസ്ലാമിന്റെ ആ സൃഷ്ടി പൂർത്തീകരിച്ച ആ ഒരു ചരിത്രം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് ഇൻഷാ അല്ലാഹ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആദം നബി ഇസ്ലാമിന്റെ ആ സൃഷ്ടിപ്പിന് ശേഷം ആ മലക്കുകളുമായിട്ടുള്ള ആ സംഭാഷണമാണ്. അതുഫലമായി അവസാനം ആദം നബി ഇസ്ലാമിനെ സ്വർഗത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു ചരിത്ര കാര്യങ്ങളാണ് ഇനിക്കുള്ള ക്ലാസ്സുകളിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പൂർണ്ണമായും ഖുർആൻ ആയത്തുകളിലെയും സ്വഹീഹായ ഹദീസുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി ഇസ്ലാമിന്റെ ആ സൃഷ്ടിപ്പ് പൂർത്തീകരിച്ചു. എന്നിട്ട് മലക്കുകളോട് ആദം നബി ഇസ്ലാമിന്റെ ആ ഇൽമിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുകയും ചെയ്തു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് കൽപ്പിക്കുകയാണ്, وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ. അല്ലാഹു പറയുകയാണ്, നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഇസ്ജുദൂ ലിആദമ, ആദം നബി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് അത് അല്ലാഹുവിന് അറിയാം. അപ്പൊ എന്തിനാണ് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്? അപ്പൊ ആ രൂപത്തിൽ അന്വേഷിക്കേണ്ട കാര്യം നമുക്കില്ല. അല്ലാഹു പറയുകയാണ്, ഞാൻ ആദമിന് വേണ്ടി മലക്കുകളോട് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഫസജദു, അവരൊക്കെ സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ, അപ്പൊ ഇബ്ലീസ് ഒഴികെ ആ മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു. കാന മിനൽ ജിന്നി ഫസഖ അൻ അംരി റബ്ബി, അപ്പൊ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. എല്ലാവരും സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. അവൻ ജിന്നിൽപ്പെട്ട ആളാണ്. അപ്പൊ തന്റെ റബ്ബിന്റെ കൽപ്പനയ്ക്ക് അവൻ എതിര് കാണിച്ചു, ധിക്കാരം കാണിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇവിടെ മലക്കുകളോട് അല്ലാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞു, അവരെല്ലാം സുജൂദ് ചെയ്തു. ഇബ്ലീസ് എന്ത് ചെയ്തു? മാറി നിന്നു. എന്നിട്ട് അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്, കാന മിനൽ ജിന്നി, ഇബ്ലീസ് ആരിൽപ്പെട്ടയാളാണ്? ജിന്നിൽപ്പെട്ടയാളാണ്. അപ്പൊ ആ ഇബ്ലീസിനെ സംബന്ധിച്ച് ഇപ്പൊ തഫ്സീറിന്റെ കിതാബുകളിൽ ധാരാളം അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. ഈ ജിന്നിൽപ്പെട്ട ഇബ്ലീസ് എങ്ങനെ മലക്കുകളുടെ കൂടെയായി എന്നുള്ളൊരു വിശദീകരണം ഇപ്പൊ പല അഭിപ്രായങ്ങളും കാണാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട രണ്ട് അഭിപ്രായങ്ങൾ, ഒന്ന്, ഈ ജിന്ന് എന്നത് മലക്കുകളിൽപ്പെട്ട ഒരു വിഭാഗത്തെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്. രണ്ടാമത്തെ ഒരു അഭിപ്രായം, അന്ന് ഭൂമിയിൽ ജിന്ന് എന്നൊരു വർഗം ജീവിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഭൂമിയിൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കി. അതേ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അവരിലേക്ക് മലക്കുകളെ നിയോഗിക്കുകയാണ്. അപ്പൊ മലക്കുകൾ വന്ന് അവരെ ഒന്നടങ്കം നശിപ്പിക്കുകയും അതിൽ ചെറിയ കുട്ടിയായി ബാക്കിയായ അസാസീൽ എന്ന ജിന്നിനെ മലക്കുകൾ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് മലക്കുകൾക്കിടയിൽ ആ ജിന്ന് വളർന്നു. അങ്ങനെ രണ്ട് അഭിപ്രായങ്ങളാണ് പ്രബലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ എന്തു തന്നെയായാലും ഈ ഒരു വിശദീകരണത്തിന്റെ ഇമാം അൽ അമീൻ അൽ ഷംഖീഖി റഹിമഹുല്ലാഹ് പറയുകയാണ്, അദ്ദേഹത്തിന്റെ അദ്വാഉൽ ബയാൻ എന്നൊരു തഫ്സീറിൽ ഈ കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിച്ചിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞു, ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് എന്താണ്? കാന മിനൽ ജിന്നി എന്ന് പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈത്താനെ സംബന്ധിച്ചും ഇബ്ലീസിനെ സംബന്ധിച്ചും പരിചയപ്പെടുത്തി. അതിന്റെ അപ്പുറം സ്വഹീഹായ ഒരു ഹദീസിലോ ഖുർആന്റെ ആയത്തിലോ അവൻ എവിടെ നിന്നാണ് എങ്ങനെയാണ് എന്ന് സ്വഹീഹായ നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ പല അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർ. അപ്പൊ അതൊക്കെ ഇസ്രായേലിയത്തോ അഥവാ മുൻകാല സമുദായക്കാരിൽ നിന്ന് ഉദ്ധരിച്ചു വന്ന കാര്യങ്ങളാണ് ഈ അഭിപ്രായങ്ങളായി പറയുന്നത്. അപ്പൊ സ്വഹീഹായി പ്രബലമായി സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യം നമുക്ക് അതിൽ കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ നിൽക്കുന്നു? ഖുർആൻ പറഞ്ഞെടുത്ത് സ്വഹീഹായ ഹദീസ് പറഞ്ഞെടുത്ത് നമ്മൾ നിൽക്കുന്നു. അപ്പൊ അതിന്റെ അപ്പുറം ആലോചിക്കാനോ ചിന്തിക്കാനോ അതിൽ ഗവേഷണം നടത്താനോ കണ്ടെത്താനോ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ നമ്മുടെ ഈമാനുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ ജിന്നുകളിൽപ്പെട്ട ഒരാളാണ് ഇബ്ലീസ് എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അപ്പൊ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്, കാന മിനൽ ജിന്നി, അവൻ ജിന്നിൽപ്പെട്ടയാളാണ്.
അവൻ സുജൂദ് ചെയ്തില്ല. എന്ത് ചെയ്തു? ആദം ഇസ്ലാമിന് സുജൂദ് ചെയ്തില്ല, മാറി നിന്നു. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു, ഖുർആനിൽ പല ഭാഗങ്ങളിലായിട്ട് ഈ ഒരു രംഗം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? നമുക്ക് വലിയൊരു ഗുണപാഠം ഉണ്ടാകാനും വിശദീകരിക്കുന്നത്. അതായത് ആ ഇബ്ലീസ് സുജൂദ് ചെയ്യാതെ മാറി നിന്നു. അടുത്ത ആയതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കാരണം പറയുകയാണ്, ഇല്ല ഇബ്ലീസ് അബ, ഇബ്ലീസ് ഒഴികെ ബാക്കി എല്ലാവരും സുജൂദ് ചെയ്തു. അബ, അവൻ വിസമ്മതിച്ചു. വസ്തക്ബറ, അവൻ വിസമ്മതിക്കാൻ കാരണം അവൻ അഹങ്കരിച്ചു. വകാന മിനൽ കാഫിരീൻ, അങ്ങനെ അള്ളാഹുവിന്റെ ആ കൽപ്പനയ്ക്ക് ധിക്കാരം പ്രകടിപ്പിച്ചവൻ കാഫിറായി. മറ്റൊരു ആയത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫിന്റെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫസജദു ഇല്ലാ ഇബ്ലീസ് ലം യകും മിനസ് സാജിദീൻ. ഇപ്പൊ എല്ലാവരും സുജൂദ് ചെയ്തു, ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഇബ്ലീസ് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് ധിക്കാരം കാണിച്ചു. കാരണം എന്തായിരുന്നു? ആ ഇബ്ലീസിന്റെ കിബറായിരുന്നു, അഹങ്കാരമായിരുന്നു കാരണം. അപ്പൊ കിബർ എന്ന് പറഞ്ഞാൽ, അപ്പൊ അറബിയിൽ കിബർ എന്ന വാക്കിന്റെ അർത്ഥം രണ്ട് രീതിയിലാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അപ്പൊ അതിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത് ബത്റുൽ ഹഖി വഗംതുന്നാസ്, ഇപ്പൊ സത്യത്തെ അംഗീകരിക്കാതിരിക്കുക. അഹങ്കാരമുള്ളവർ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് സത്യം അംഗീകരിക്കത്തില്ല. ഇപ്പൊ മക്കത്തെ മുശ്രിക്കുകൾ പോലെ നമുക്ക് ഉദാഹരണമായിട്ട് കാണാൻ സാധിക്കും. വഗംതുന്നാസ്, അതായത് ജനങ്ങൾ എല്ലാവരും എന്റെ താഴെയാണെന്നൊരു വിചാരം, എല്ലാവർക്കും മേലെയാണ് ഞാൻ, എല്ലാവരും എന്റെ കീഴിലാണെന്നുള്ള വിചാരം, ഇതും കിബറിന്റെ അർത്ഥമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ ഈ രണ്ട് വിചാരമാണ് കിബർ എന്ന വാക്കിന് പറഞ്ഞ. അപ്പൊ അത് ഇബ്ലീസിനെ പിടികൂടി. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല, അബാ വസ്തക്ബർ. അല്ലാഹു തന്നെ പറയുകയാണ്, ആ സുജൂദ് ചെയ്യാനുള്ള കാരണം ഇബ്ലീസിന്റെ കിബറായിരുന്നു. അഥവാ ഈ അഹങ്കാരികൾക്ക്, കിബറുള്ള ആളുകൾക്ക് എന്തില്ല? ഹക്ക് അംഗീകരിക്കാൻ, സത്യം അംഗീകരിക്കാൻ വലിയ പ്രയാസമായിരുന്നു. പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല. ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. സത്യം ബോധ്യപ്പെടും, പക്ഷെ അത് അംഗീകരിക്കാൻ ആ ഒരു വ്യക്തിയെ കൊണ്ട് കഴിയില്ല. ഇപ്പൊ ഞാനല്ലാത്ത ഒരാൾക്ക് ഈ സത്യം, ഹക്ക് എങ്ങനെ കിട്ടി എന്നൊരു തോന്നലായിരിക്കും അവർക്കുണ്ടാകും. ഇപ്പൊ നമ്മളെക്കാൾ താഴ്ന്ന ആളായിരിക്കും, ജോലിയിലും സമ്പത്തിലും എല്ലാം, കുടുംബത്തിലും സമൂഹത്തിലും നമ്മളെക്കാൾ താഴ്ന്ന ആളായിരിക്കും. പക്ഷെ അവന് നമ്മളെക്കാൾ മുമ്പേ ഹിദായത്ത് ഉണ്ടാവും, മുമ്പേ ഹക്ക് അവൻ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഹക്ക് പിന്നീട് നമ്മളിലേക്ക് വരുമ്പോൾ, എന്നേക്കാൾ മുമ്പ് ഹക്ക് അവൻ എങ്ങനെ ലഭിച്ചു, ആ ഒരു ദുർവാശ കാരണം ആ ഒരു സത്യത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന എത്രയോ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് അബാവസ്തക്ബർ, അതാണ് കിബറിന്റെ അപകടം. വലിയ അപകടമാണ് കിബർ എന്നുള്ളത്. അപ്പൊ ആ സുജൂദ് ചെയ്യാതെ മാറി നിന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഖാല, അല്ലാഹു പറയുകയാണ്, അള്ളാഹു ഇബ്ലീസിനോട് മറുപടി ചോദിക്കുകയാണ്, യാ ഇബ്ലീസു മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖതു ബിയദിയ, ഞാൻ എന്റെ രണ്ട് കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച ആ വസ്തുവിനെ സുജൂദ് ചെയ്യുന്നതിൽ നിന്നും നിന്നെ തടഞ്ഞത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അസ്തക്ബർത അം കുന്ത മിനൽ ആലിമീൻ, നീ കിബർ കാണിക്കുകയാണോ, അതോ നീ അഹങ്കരിക്കുകയാണോ, അല്ലെങ്കിൽ നീ വല്ല ഉന്നതനായ ആളാണെന്നാണോ നിന്റെ വിചാരം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് ചോദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇബ്ലീസ് നൽകുന്ന മറുപടി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കേരള നദൂത്ത് മുജാഹിദിന്റെ പണ്ഡിത സംഘടനയായ KJU, കേരള ജംഇയ്യത്തുൽ ഉലമ, അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് മദീനത്തുൽ ഉലൂം അറബി കോളേജ്. ഇവിടെ ഒരുപാട് നിർധനരായ വിദ്യാർത്ഥികൾ, അവരുടെ ഫീസ് അടയ്ക്കാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ ഒരു യുവതലമുറ ലിബറലിസം പോലെ തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ധാർമ്മിക ബോധമുള്ളൊരു തലമുറയെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ, അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നമ്മളൊരു കൈത്താങ് നൽകുക എന്നത് വിശ്വാസിയായ നമുക്കൊരു ബാധ്യതയാണ്. അപ്പൊ എല്ലാവരും അവരാൽ കഴിയുന്ന ഒരു സഹായം അവർക്ക് നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രവർത്തകന്റെ ബന്ധു വ്യത്യാസം ഹോസ്പിറ്റലാണ് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സഹോദരന് എത്രയും വേഗം ശിഫയും സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിൽ, തൊഴിലുകളിൽ, പഠനങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, അവരുടെ കബറിടങ്ങൾക്ക് അള്ളാഹു ഒളിച്ചും കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനം, ശാന്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك